ഇപ്പോൾ സമയം 4 മണി. ഞാൻ ഡെയിലി 4 മണിക്കാണ് എഴുന്നേക്കുന്നത്. 5 മണിക്ക് ഇവിടെ നിന്ന് ബസ് പിടിക്കാൻ പോകണം. നേരത്തെ ഇപ്പോൾ റെഡിയാവും. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇനി എനിക്ക് കോളേജ് ബസ് കൂടെ വന്നിട്ട് വേണം എനിക്ക് കോളേജിലോട്ട് പോകാൻ. ബസ്സിൽ വന്ന സമയത്ത് ഒരു സംഭവം നടന്നു. ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നു. ഒരാൾ എന്നെ വിളിച്ചു, മോളുടെ സ്റ്റോപ്പ് ഏതാ? മോളുടെ സ്റ്റോപ്പ് കഴിഞ്ഞാണ്. നോക്കിയപ്പോൾ 2 സ്റ്റോപ്പ് അപ്പുറം ഞാൻ നിൽക്കണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് സ്റ്റോപ്പിൽ വന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യും. ഡെയിലി രാവിലെ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് കോളേജിൽ പോകുന്നത്. നോർമലി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കും. അപ്പം ഈ പിള്ളേർ രാവിലെ അണിച്ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിലൊരു കുളിർമ. ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം ടൈം ഇരിക്കും. ഇന്ന് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇന്ന് വെറുതെ ഇരിക്കുന്നു. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയല്ല ഇരിക്കാറ്. ഞാനിവിടെ എത്തിയിട്ട് എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു, കുറച്ച് സാധനം കൂടെ ചെയ്യാനുണ്ട്. ആ സമയത്ത് ഞാനിവിടെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കോളേജ് എത്തിയിട്ട് ബാക്കി കാണാം. ഇവിടെ എല്ലാ ആൾക്കാരും എന്നെ നോക്കുന്നു, ഈ കൊച്ചിനെന്താ വട്ടായോ എന്ന്. എനിക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ കോളേജ്. നോർമലി കോളേജിൽ സ്റ്റുഡൻസ് പോകുമ്പോഴത്തേക്കും ബാഗ് കാണും, പിന്നെ ഒരു ലാപ്ടോപ്പ് കാണും, പിന്നെ ഒരു ഫയൽ കാണും. പക്ഷേ ഡിസൈനർ സ്റ്റുഡൻസ് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. ഇങ്ങനെയാണ് ഡിസൈനേഴ്സ് കോളേജിൽ വരുന്നത് ഗൈസ്. എല്ലാവരും മാസ്ക് ചെയ്ത് എത്ര മണിക്കൂർ ഉറങ്ങി? 5 മണിക്ക് ഉറങ്ങി. 5 മണിക്ക് ഞാൻ കോളേജിൽ വരാൻ വേണ്ടി റെഡിയായി. ഗൈസ്, ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ സാധനം കണ്ട് ഞാൻ ഞെട്ടി. ആർട്ടിസ്റ്റ് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോ അവരില്ലാത്തോണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. അവരില്ലാത്തോണ്ട് എനിക്ക് ഇവിടെ അവരില്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് വാവ. സംഭവം ഒന്നും ഷൂട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിപ്പോ വർക്ക് ചെയ്യാൻ ടൈം കിട്ടിയത്. ഇത് സംഭവം 2 ദിവസം കഴിഞ്ഞ് വച്ചാൽ മതി. പക്ഷെ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇത് ഒത്തിരി ചെയ്യാനുള്ളത് കൊണ്ടും ഞാൻ ഇപ്പൊ ഇരുന്ന് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് കൈയിടല്ലേടാ. കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ എടുക്കേണ്ട അവസ്ഥ. വാവ പക്ഷേ പ്രോ ക്യാമറാമാനാണ്, അവൻ പറയാൻ പറഞ്ഞു. അവരാരും ഇല്ലാത്തത് കൊണ്ട്, ഞാൻ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടും ഇന്ന് ഷൂട്ട് ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്കിപ്പോ ഒരു 5-6 എടുക്കാനല്ല വീഡിയോ, എന്നെ എടുക്കാനാണ്. ഞാൻ കോളേജിൽ നിന്ന് എത്തിയത് ഒരു 7 മണിയായി. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത് നമ്മളൊരു 2 മണി വരെ ഒട്ടിക്കും. പിന്നെ ഞാൻ ഇനി 4 മണിക്ക് എഴുന്നേറ്റ് ഇനി കോളേജിൽ പോകണം. ബൈ. ഇതാണ് ഡിസൈൻ ബ്ലോക്ക്. എന്റെ ബ്ലോക്ക് ഇതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ലേ, ഇതിന്റെ അകത്തോടെ പോയ അടിപൊളിയാണ് ഗൈസ്. ഇതുവരെയ്ക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു കോളേജ് കണ്ടിട്ടില്ല ഗൈസ്. നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് എന്റെ വർക്ക് സ്പേസ്.
ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ പ്രൊഡക്റ്റ് ഡിസൈൻ ആണ് ചെയ്തത്. ഒരു തട്ടിക്കൂട്ടല് സാധനം. ഇവരെല്ലാരും ചിരിക്കുന്നു കഴിച്ച്. ഞാൻ വ്ലോഗ് എടുക്കുമ്പോ നോക്ക് ഇങ്ങനെ ഇരുന്ന് അപ്പൊ നമുക്ക് എങ്ങനെ വ്ലോഗ് എടുക്കാൻ തോന്നും. അപ്പൊ ഇതാണ് ഞാൻ വരച്ച പിക്ചർ. ഞാനല്ല ആനന്ദ്. അവരെ കാണിച്ചു കൊടുക്ക്. ഇത് കണ്ടിട്ടാണ് ഗൈസ് എനിക്ക് ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈനല്ലേ ഗൈസ്, ഇത് ഇവള് വരച്ചെന്ന് ഇവൾ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ ഇത് ഇവളല്ല വരച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിന്റെ ബാക്ക് സൈഡിലാണ്. ഇതാണ് എൻ്റെ ക്ലാസ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ബാൽക്കണിയാണ്. ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു വൈബ്. എൻ്റെ ക്ലാസ്സിലെ പിള്ളേരുണ്ട്. നമുക്ക് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ ഈ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഇതിന് കാരണം ഈ പിള്ളേരാണ്. പക്ഷേ എനിക്ക് നല്ല നല്ല വീഡിയോസ് എടുത്തിരുന്ന ഒരു കുട്ടിയുണ്ട്. എന്താ ക്യാമറ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജോഷ് ചേട്ടനാകുമ്പോൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുത്തരും. അതുപോലെയാണ് എനിക്ക് റീറ്റ എനിക്ക് വീഡിയോ എടുത്തിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്ക് ആയിരിക്കുന്നു. ബ്രേക്കിൽ നമുക്കല്ല എനിക്ക് വിശക്കുന്നു ഗൈസ്. ഇവക്ക് ഇന്ന് ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ റീറ്റ. അപ്പൊ ഇന്ന് ക്യാൻറ്റീനിൽ വീട്ടിലെ ചെലവ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2 മുട്ട പപ്സ്. നല്ല പപ്സ് എന്ന് പറഞ്ഞാല് വികാരമാണ്. പക്ഷെ ഇനി മുട്ട കിട്ടിയില്ല. മുട്ട ഇല്ല. എനിക്കുള്ളതാ. നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാ മുട്ടയും തരാൻ പറ്റത്തില്ല കേട്ടോ. എന്തോന്ന് മേടിച്ചത് തിന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ജികിഷ? ഒന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു ഗൈസ്. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കാൻ നമ്മൾ ബിസി ആയിരുന്നു. വി ആർ ബിസി ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് നോർമലി ഞാൻ ബസ്സിലാണ് പോവാറ്. കോളേജ് ബസ്സിൽ പോയിട്ട് എന്നെ അഭിനെടുക്കാൻ വരും. അങ്ങനെ പോകും. ചില ദിവസങ്ങൾ എന്നെ ഇവിടെ എടുക്കാൻ വരും. ഇന്ന് ബസ്സിനാ പോകുന്നത്. അന്നൊരു ദിവസം ഞാൻ പോസ്റ്റ് ആയ വീഡിയോ ഞാൻ എന്റെ ബാക്കിൽ ഇടുന്നു. എനിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് കൂട്ടിന് കുറച്ച് സഹോദരന്മാർ വന്നിരിപ്പുണ്ട്. ഹായ് പറയൂ. ഹായ്. ഞാൻ ഫസ്റ്റ് ഡേ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഇവന്റെ ഉമ്മയുടെ പേരെന്താണ് ആന്റി എന്റെ കൂടെ സെൽഫി എടുക്കട്ടെ മോളെ എന്ന് ചോദിച്ചു. നീ ഇന്നേ വരെ എന്നോട് സെൽഫി എടുത്തിട്ടുണ്ടോ? അപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്ക് എന്റെ മാസ്കിന് ഞാൻ കളർ ചെയ്യണം. ഷീറ്റിൽ വരച്ചിട്ട് കളർ ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോ തീരുമാനം എനിക്ക് അറിഞ്ഞൂടാ. ഇത് എനിക്ക് നാളെയാണ് കൊടുക്കേണ്ടത്. സൂപ്പർ എന്ന് വെച്ചാൽ എന്റെ ചേട്ടനെ ഹെൽപ്പ് ചെയ്യുമ്പോ അതായിരിക്കും എനിക്ക് നല്ലത്. എന്റെ മാസ്കിന് നല്ലത്. ഇത് എനിക്ക് അറിയത്തില്ല. എന്റെ മാസ്ക് ഈ 4 കളർ ഷെയ്ഡിലും ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഇച്ചിരി വെറൈറ്റി വെള്ള മുടിയൊക്കെ ആയിട്ട് ഞാനൊരു അമ്മച്ചിയാക്കിയ ഗൈസ്. അപ്പൊ അതിനെടുത്ത് നമ്മൾ ഈ വലിയ സീരിയൽ വലുതായിട്ട് അങ്ങ് എടുക്കണം. എന്റെ മാസ്ക് അവിടെ മാസ്ക് ശരിയാക്കാനുണ്ട്. ഇതിനി തീർത്തിട്ട് ഇനി പെയിന്റ് അടിക്കണം. എന്നിട്ടാണ് നാളെ കൊടുക്കേണ്ടത്. നാളെ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ പയ്യെ സാവധാനം. ഷൂട്ടും കഴിഞ്ഞ് ഞാൻ പെയിന്റ് അടിച്ചും കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞ 10:30. ആനിക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേക്കണേ. 2:30 ആനി അങ്ങനെ വർക്കെല്ലാം തീർത്തിട്ടുണ്ട്. തീർത്തില്ല. ഇനി 1 മണിക്കൂർ തന്നെ ഉറങ്ങാൻ വേണ്ടിട്ട്. ഇതാണ് എന്റെ അവസ്ഥ. നീ ഒരു കാര്യം ചെയ്യും. KSRTC ബസ്സിൽ 1 മണിക്കൂർ ഉറങ്ങണം. കോളേജ് ബസ്സിൽ 1/2 മണിക്കൂർ ഉറങ്ങണം. ഓക്കെ. അപ്പൊ 1.5 മണിക്കൂർ ഉറക്കമായി. 2 മണിക്കൂർ ഉറക്കായി. കോളേജിൽ പോയിട്ട് ഒരു 3 മണിക്കൂർ ഉറങ്ങണം. സർട്ടിഫിക്കറ്റ് ഉറങ്ങണം അല്ലേ? പക്ഷെ സൂപ്പർ ആയിട്ട് വരച്ചിട്ടുണ്ട് ഗൈസ്. എന്താ ആനി ഗൈസ് ഇത് സീനിയേഴ്സ് ആണ്. എത്ര ഇവ 6 വർഷം കൊണ്ട് ഇവിടെ പഠിക്കുന്നു. 6 വർഷം കൊണ്ട്. അത് 8 വർഷം. ഞാൻ കയറിയിട്ട് 2 വർഷമായി. 2 വർഷമായിട്ടുള്ളൂ. പറയൂ ആനീനെ പറ്റി പറയൂ. ആനീനെ പറ്റിയാ? ആനീനെ പറ്റി എന്ത് പറയാനല്ലേ? ആനി പൊളിയല്ലേ? ഇതൊക്കെ ഒന്ന് ഞാൻ പറയിക്കുന്നല്ല കേട്ടോ. സത്യം പറ. ആനി എങ്ങനെയാ? ആനി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പാമ്പടിച്ച കുട്ടി. ഈ ബ്രെഡ് മേടിച്ച് തന്നോണ്ടല്ല, അല്ലാണ്ട് ഞാൻ പറയണതാണ്. ശരിക്കും പറയാനാണെങ്കിൽ ഇതുപോലെ തങ്കപ്പെട്ട മനസ്സുള്ളൊരു കുട്ടി ഈ കോളേജിലുണ്ടോ? ശരിക്കും പറഞ്ഞതാ.
സത്യം സത്യം. ഫസ്റ്റ് കണ്ടപ്പോ ആനീനെ പറ്റി എന്തോ പറയാനുള്ളത്? യൂട്യൂബർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം പറഞ്ഞ കേട്ടാണ് ഞാൻ അറിയണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും. അതെല്ലാരും അങ്ങനെ വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ജാടയാണ്. ജാട ഉണ്ടായിരുന്നു. നോ ജാടയായിരുന്നു. സത്യം പറ. സത്യമായിട്ട് നോ ജാടയായിരുന്നു. ഞാൻ ആദ്യം കണ്ട ഒരു ഓർമ്മയുണ്ട്. ഇവള് ഭയങ്കര പേടിച്ചായിരുന്നു കേറി വന്നത്. ലാസ്റ്റ് ആയിരുന്നു കേറി വന്നത്. പേടിച്ചായിരുന്നു കേറി വന്നത്. എല്ലാവരും കേറി വന്നപ്പോ തന്നെ ഇവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിയായിരുന്നു. എനിക്ക് ആരെയും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ ഓട്ടോ ഓടിക്കാനാണ് പോകുന്നത്. അല്ല, ഞാനിപ്പോ വർക്ക്ഷോപ്പിൽ പോകാൻ പോണേ. എന്ത് വർക്ക്ഷോപ്പാണ്? ക്ലേ വർക്ക്ഷോപ്പാണ്. ഇവിടെ മിക്കാരും ഒരു കടയും കൂടെ ഇട്ടിട്ട് ഇത് വിൽക്കും. ചപ്പാത്തിയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പട്ടിപ്പണിയാണ് ഗൈസ്. അവസാനം എല്ലാവരുടെയും സാധനം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ട ഒരു തത്തമ്മയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഗൈസ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. തട്ടിക്കൂട്ടിയാണെങ്കിലും ഇതൊക്കെ മതി. ഇപ്പൊ ഞാൻ കോളേജിലാണുള്ളത്. ഇന്ന് എന്ത് ഡേയാ? റെട്രോ 90s 80s 70s ഇഷ്ടമുള്ള ക്യാരക്ടറോ ഫിലിം ക്യാരക്ടറോ എന്തിനെങ്കിലും ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഫാഷൻസ് അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, എന്തും ചെയ്യാം. സോ ഞാൻ ഒന്ന് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇതെന്താ മീശയാണോ? ഇതൊക്കെ എന്റെ കൂടെ ആരൊക്കെയാ ഉള്ളതെന്ന് അറിയൂ? നീലകണ്ഠൻ, Men in Black, പഞ്ചാബി ഹൗസിലെ ഉദ്ദേശിച്ചതുപോലെ നേരായില്ലെങ്കിലും റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ലൈക്സ് കിട്ടുന്നവർക്ക് സമ്മാനം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി തീരുന്നത് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാറ്റിന്റെ ഒരു ഇവന്റിന് നിൽക്കുന്നത്. കിട്ടില്ല കഴിഞ്ഞു. മാസ്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഞാനിന്ന് ക്ലാസ്സിൽ വന്നില്ല. ഞാൻ ക്ലാസ് തീർന്നപ്പോഴാണ് മാസ്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടി വച്ചിട്ട് വരാം. എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ അത് ഫിനിഷ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ അത് മാത്രമല്ല സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ഇതാണ് എന്റെ നവരസ എക്സ്പ്രഷൻസ്. കണ്ടോ, അത് മാത്രമല്ല കേട്ടോ, ഈ ഷീറ്റ് ഉണ്ട്, പിന്നെ ഈ ഷീറ്റും ഉണ്ട്. പിന്നെ നമ്മൾ അന്ന് രാത്രി വീട്ടിൽ നോക്കണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഒരുമിച്ചിരുന്നു. ഇത് കഴിഞ്ഞു. ഇവിടെ ടൈലിന്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ സ്റ്റുഡൻസ് ചെയ്താണ് ഈ വർക്ക്. ഈ വർക്ക് മാത്രമല്ല ആ വർക്ക്
അടിപൊളി വർക്കാണ് ഗൈസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കുശുമുണ്ട് ഗൈസ്. എന്റെ ഭാഷയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പന്തികേട് തോന്നുന്നുണ്ടോ എന്നുവെച്ചാൽ ഒരു കണ്ണൂർ സ്ലാങ് ഇടക്കിടക്ക് നിങ്ങൾ രണ്ടാണ് കാരണം. എന്റെ ഭാഷ എന്റെ എന്റെ ട്രിവാൻഡ്രം സ്ലാങ് ഇതുങ്ങൾ രണ്ടെണ്ണം കളഞ്ഞു ഗൈസ്. ഞാനിപ്പോ എന്നാ ഇവര് ചാടി എന്നാ പറയണേ, എന്തോന്ന് എറിഞ്ഞതിന് ചാടി ഓടുത്തു എന്നൊക്കെ എന്തൊക്കെയാ പറയുന്നേ ഇവര്. ഇപ്പൊ കോളേജിൽ ഒരു ഇവന്റ് നടക്കാണ്. ഈ കോളേജിലെ എല്ലാരും കാത്തിരുന്ന ഒരു ഇവന്റ് ആണ്. എസ്പെഷ്യലി ഞാൻ ഇവന്റ് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തത്. ഇന്ന് തുടങ്ങുന്നു ഗൈസ്, ഇന്ന് നാളെ. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ്യൂമിലല്ല ശരിക്കും പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കിങ്ങനെ നോക്കല്ലേ, എനിക്കൊന്നും വരുന്നില്ല പുല്ല്. നമ്മളില്ലേ കോസ്റ്റ്യൂം മാറ്റണം കേട്ടോ. അപ്പൊ നമുക്ക് മാറ്റിയിട്ട് വരാം. ഇവന്റിന്റെ പേരെന്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, 600 എന്നാണ് പേര്. നമുക്ക് അകത്ത് പോവാം. അകത്ത് ഫുള്ള് ഡെക്കറേഷനും ഒത്തിരി പരിപാടിയുണ്ട്. മുന്നത്തെ ഒരു ഇവന്റിന് ഞങ്ങൾ കുറച്ച് പിക്ക് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരില്ലേ QR കോഡ് പോലെ സെറ്റ് ചെയ്തു. ഇതുണ്ടോ ഞങ്ങളുടെ കൂട്ടുകാരുടെ സീനിയേഴ്സിന്റെ സ്റ്റോൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ടാറ്റു അടിക്കാന്ന് വിചാരിച്ചു. നമുക്ക് അല്ലാണ്ട് ടാറ്റു അടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും ടാറ്റു അടിക്കാം. വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ടാറ്റു അടിച്ചിട്ടുണ്ട്. കപ്പിൾ ടാറ്റു അടിച്ചു. എന്തുവാ ഗൈസ് ശല്യപ്പെടുത്തും. ദൈവത്തില് വിശ്വാസമുള്ള കുട്ടിയാ. സൂപ്പർ സാധനം. ഒരു ഗെയിംസിന്റെ കട കണ്ടു. അപ്പൊ നമ്മൾ ഇതേ ഗെയിം കളിക്കാം. ശരിക്കും പറഞ്ഞാൽ ആ ഷോർട്സിലെ ആ ചലഞ്ചസ് ചെയ്തത് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാനിത് കളിക്കുന്നത്. ജയിച്ചാ ജയിച്ചു. എനിക്ക് കിട്ടി. കണ്ടോ, ചാലഞ്ചൊക്കെ ചെയ്ത് ശീലിച്ചു പോയി. എന്നാ ചെയ്യാനാ, ഇത് നമുക്ക് പറ്റിയ പണിയെല്ലാം തോന്നുന്നു. അപ്പൊ ഇന്ന് 600ന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഇന്ന് ഒന്നിനും ഞാനില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് നിൽക്കാൻ പറ്റാത്തോണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് ഞാനൊന്നും ചെയ്തില്ല ഗൈസ്. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിലും നമ്മള് പണിയെടുക്കും ഗൈസ്. എന്തോ പണി, എന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോഴും എല്ലാരും അവിടെ ഇവന്റിന് പോയി നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ പട്ടിപ്പണി നടക്കും ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇവന്റ്സിന് ഞാൻ ഇല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോകും ഗൈസ്. ഇവിടുത്തെ ഒരു ഇവന്റ്സിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ട്, നിങ്ങൾ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾ എന്റെ ഇവിടെ ഇരിക്കുന്നു അതുകൊണ്ടാണ്. Bye-bye.
ഗൈസ് ഒരു മര്യാദയില്ല, ക്ലാസ് ടൈമിൽ ഗെയിം കളിക്കുന്നു. ഇത് എന്ത് ബിഹേവിയർ ആണ് ജിഗിഷ? ഇവളുടെ വീട് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് ഗൈസ്. ഒരു നല്ല വീടാണ്. എത്ര ലക്ഷം ഉണ്ടടി? 2 കോടി എന്നാണ് അവൾ പറയുന്നത്. 2 കോടി വെച്ച് ജിഗിഷ ഒരു വീട് കെട്ടിയിരിക്കുന്നു ഗൈസ് ആസ് എ ഡിസൈനർ. ഗൈസ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. എല്ലാവരും പെട്ടിയും കണക്കൊക്കെ എടുത്തിട്ട് പോകണം. പിന്നെ ഗൈസ് ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് ഒരു മരമുണ്ട്. സീന് വ്യൂ ആണ് ഇവിടെ നിന്ന്. മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ ഇരുട്ടായിരുന്നു. നല്ല അടിപൊളിയായിരിക്കും കാണാൻ. ഒരു സീനിയറിന്റെ അടുത്താണ് ഇപ്പൊ സംസാരിക്കാൻ പറഞ്ഞത്. കാരണം ഇത് 5 സ്റ്റോൺ എന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല. ഇതെന്ന് വെച്ചാ പറ താഴെ കാണുന്ന കല്ലില്ലേ കാണിക്കൂ. ഇതെന്ന് പറയുന്ന ആർക്കിടെക്ട് സ്റ്റുഡൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം താഴത്തെ കല്ലുണ്ട്. താഴത്തെ കല്ല്, ആ കല്ല് വന്നിട്ട് ഒരു ഷേപ്പ് ഇല്ലാണ്ടായിരിക്കുന്നത്. ഷേപ്പില്ലാത്ത കല്ല്. ആ ഷേപ്പ് ഇല്ലാത്ത കല്ലാണ് ഫസ്റ്റ് ഇയർ. അടുത്തത് കുറച്ച് ഷേപ്പ് ഉണ്ട്, അതാണ് സെക്കൻഡ് ഇയർ. ഇത് അതിനേക്കാളും ഷേപ്പ്, അതാണ് തേർഡ് ഇയർ. അതിനേക്കാളും ഷേപ്പ് ഉണ്ട്, അതാണ് ഫോർത്ത് ഇയർ. ഇത് ഷേപ്പ് പോളിഷ്ഡ് ആണ് 5th ഇയർ. ആർക്കിടെക്ട് ആയി ഇങ്ങനെ പാസ് ഔട്ട് ആകുമ്പോ അതേപോലെ ഇരിക്കും. പക്ഷെ ഞങ്ങൾ ആർക്കിടെക്ട് അല്ല, ഞങ്ങൾ ഡിസൈനിങ് ആണ്. പഴംപൊരി ഈവനിങ് ആകുമ്പോ ഇവിടെ ചായയും പഴംപൊരിയും കാണും. നമുക്ക് ഇഷ്ടമുള്ള ഡോഗ് ലവർ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മനെ ഗൈസ് ഇന്നാണ് ഹോളി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പൊടി കൊണ്ടുവന്ന്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇന്ന് ഹോളി ആഘോഷിക്കാം. എന്താ ഇത്? എന്തോ ഒന്നും അറിയാത്തത്. അപ്പൊ നമുക്ക് ഇന്ന് ഹോളി ആഘോഷിക്കാം. എന്റെ മേത്തൊന്നും ഇടാൻ പാടില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയുണ്ടാ ഞങ്ങളെ പ്ലാൻ? ഇത് ഇങ്ങനെ പോത്തില്ലേ? ഇത് വച്ചിട്ടാണ് ഞാൻ എത്ര കിലോമീറ്റർ, 37 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത്. യെസ്, അത് എനിക്കത് വ്ളോഗിലിടാനാ. എന്തിനാണ് ഈ വ്ളോഗ് ഒളിച്ചൊക്കെ വെച്ചെടുക്കുന്നത്? നാണോ എനിക്ക്?